ഭക്തന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഭഗവതി ബാലദുർഗാഭാവത്തിൽ കുടികൊള്ളുന്ന ഇടമാണ് ഇവിടം. മുത്തപ്പനോടൊത്ത് സാക്ഷാൽ പരാശക്തിയുടെ ബാലദുർഗാഭാവം ഭക്തന്റെ സങ്കടങ്ങൾ കേൾക്കാനും പരിഹരിക്കാനുമാണ് ഇവിടെ ബാലദുർഗാഭാവത്തിൽ ഭഗവതി കുടികൊള്ളുന്നത്. മറ്റൊരു മഹാഭാഗ്യം ഭക്തന് അമ്മ ഒരുക്കി വച്ചിരിക്കുന്നത് ദുർഗാദേവിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ഭക്തന്റെ സങ്കടങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും നിർദ്ദേശം തരാനും മറ്റൊരു അമ്മ കൂടി ഇവിടം വാസം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന് അമ്മ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. അമ്മയുടെ സന്തത സഹചാരിയായ ശിഷ്യനാണ് ഈ ക്ഷേത്രത്തിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക എന്നത് അത്ര നിസ്സാരമായി നിങ്ങൾ കണക്കാക്കരുത്. ഒരു മനുഷ്യായുസ്സ് മുഴുവൻ അനുഭവിച്ച ദുരിതങ്ങൾ തീരാൻ സമയമായാലേ ഏതൊരു ഭക്തനും അല്ലാത്തവനും ഈ സന്നിധിയിൽ എത്താൻ കഴിയൂ. തട്ടുകാലമാണ് ദുർഗാദേവിയുടെ ഇഷ്ട വഴിപാട്. പ്രധാന പൂജ കാര്യസിദ്ധി സഹസ്രനാമാർച്ചനയാണ്. നിങ്ങൾ ഇത് കാണുന്നവരാണെങ്കിൽ, നിങ്ങളിൽ നിഷ്കളങ്കത്വവും ഭക്തിയുള്ളവനുമാണെങ്കിൽ, ഇനി ഭക്തിയില്ലാത്തവനാണെങ്കിൽ കൂടി മറ്റൊരാൾക്ക് ഉപദ്രവകാരിയല്ലാത്തവൻ, ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ശത്രുബാധ കൊണ്ടോ ശത്രു തടസ്സങ്ങളെ കൊണ്ടോ നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അവരോട് നിർദ്ദേശം ചോദിക്കാനും, നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർഗം സ്വീകരിക്കാനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക.